നമസ്കാരം. ഞാനിടുന്ന വീഡിയോയ്ക്ക് ഒട്ടുമിക്ക ആൾക്കാരും അതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ബ്ലഡ് ഡൊണേഷനുമായിട്ടുള്ള ക്യാമ്പയിൻ. ഒരു പോസ്റ്റർ ഞാൻ വീഡിയോയുടെ സൈഡിൽ എപ്പോഴും ഇടാറുണ്ട്. അത് കണ്ടിട്ട് പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആർക്കൊക്കെ രക്തദാനം ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ച് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാകണം. 45 കിലോയ്ക്ക് മുകളിൽ ശരീരഭാരം ഉള്ള ആരോഗ്യം ഉള്ളവർക്ക് രക്തദാനം ചെയ്യാം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് 12.5 ആയിരിക്കണം. ഇവരുടെ ശരീര ഊഷ്മവും നോർമൽ ആയിരിക്കണം. ഡയബറ്റിക്സ് പിന്നെ BP ഉള്ളവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ദിവസം നോർമൽ അല്ലെങ്കിൽ കൺട്രോൾ ആണെങ്കിൽ നൽകാവുന്നതാണ്. കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ട് 14 ദിവസം കഴിഞ്ഞേ രക്തദാനം നടത്തുവാൻ പാടുള്ളൂ. കോവിഡ് രോഗം വന്നവർ രോഗമുക്തി നേടി 28 ദിവസത്തിന് ശേഷം രക്തദാനം ചെയ്യാവുന്നതാണ്. ഉറക്കമൊഴിച്ച് വന്ന് രക്തദാനം പാടില്ല. ചുരുങ്ങിയത് 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങേണ്ടതാണ്. രക്തദാനത്തിന് മുമ്പ് 6 മണിക്കൂർ, രക്തദാനം കഴിഞ്ഞ് 4 മണിക്കൂർ പുകവലി പാടില്ല. രക്തദാനത്തിന് മുമ്പ് രക്തദാനത്തിന് ശേഷവും 24 മണിക്കൂർ മദ്യപാനം പാടില്ല. ഒരു വർഷത്തിനുള്ളിൽ മേജർ സർജറികൾ നടന്നിട്ടുള്ളവർ രക്തദാനം ചെയ്യുവാൻ പാടില്ല. 2 വർഷത്തിനുള്ളിൽ മഞ്ഞപ്പിത്തം, മലേറിയ മുതലായ അസുഖം വന്നവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുവാൻ പാടില്ല. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ രക്തദാനം പാടില്ല. സ്ത്രീകളുടെ പ്രസവശേഷം 1 വർഷത്തിന് ശേഷമേ രക്തദാനം പാടുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കാണുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.